പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടി കോൺഗ്രസിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതായത് BJPയുടെ ഒരു വമ്പൻ വിജയമെന്ന് തന്നെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു നിർണായക തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ BJP സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നടന്നിരിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ വലിയ തോതിലുള്ള ഒരു ക്ലീൻ സ്വീപ്പാണ് ഇപ്പോൾ BJP നടത്തിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ 17 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ BJP വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം പോർബന്തറിലും മോർബിയിലും BJP തൂത്തുവാരിയിരിക്കുന്നു എന്ന വാർത്തയാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് നടന്ന 17 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നിർണായകം മോർബി, പോർബന്തർ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ BJP തൂത്തുവാരിയിരിക്കുന്നത്, അതായത് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതെ തൂത്തുവാരൽ വിജയം നേടിയിരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടിയാണ്. കോൺഗ്രസിന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിക്കും കനത്ത പ്രഹരമാണ്, കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ BJP ഇതിനോടകം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പലതിലും ഭൂരിഭാഗം സീറ്റുകളും കൈക്കലാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതിൽ അഹമ്മദാബാദിൽ ആകെയുള്ള 192 സീറ്റുകളിൽ 160 സീറ്റുകളും BJP നേടി. ഇവിടെ കോൺഗ്രസിന് ലഭിച്ചത് 32 സീറ്റുകൾ മാത്രമാണ്. എന്നാൽ സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ 120 സീറ്റുകളാണുള്ളത്. ഈ 120 സീറ്റുകളിൽ 115 സീറ്റുകളും BJP വിജയകരമായി നേടിയിരിക്കുന്നു. കോൺഗ്രസിന് ഇവിടെ ലഭിച്ചത് ഒരൊറ്റ സീറ്റ് മാത്രമാണ്. അതായത് 120 സീറ്റുകളുള്ള സൂറത്ത് മുനിസിപ്പാലിറ്റിയിൽ 115 സീറ്റ്, മുനിസിപ്പൽ കോർപ്പറേഷനിൽ 115 സീറ്റുകളും BJP നേടിയിട്ട് ഒരൊറ്റ സീറ്റ് മാത്രമേ കോൺഗ്രസിന് അവിടെ ലഭിച്ചുള്ളൂ എന്നുള്ള ഒരു നാണംകെട്ട തോൽവിയാണ് കോൺഗ്രസ് അവിടെ നേടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞാൽ 27 സീറ്റുകൾ നേടിയിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ലഭിച്ചത് 4 എണ്ണം മാത്രമാണ് ഇവിടെ. അതായത് 4 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും 1 സീറ്റ് കോൺഗ്രസിനും, ബാക്കിയുള്ള സീറ്റുകളെല്ലാം 115ഉം BJP തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. 27 സീറ്റുകൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ 4 സീറ്റായി ചുരുങ്ങുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി. രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകെയുള്ള 72 സീറ്റുകളിൽ 65 എണ്ണവും BJP നേടി. ഇവിടെ കോൺഗ്രസിന് നേടാൻ സാധിച്ചത് 7 എണ്ണമാണ്. വഡോദര മുനിസിപ്പൽ കോർപ്പറേഷനിൽ 76 സീറ്റുകളിൽ 69 എണ്ണവും BJP നേടി. ഇവിടെ കോൺഗ്രസിന് 6 എണ്ണം മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. എന്നാൽ ജാംനഗർ, ഭാവ്നഗർ എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് കാവി തരംഗം വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. പുതുതായി രൂപീകരിച്ച എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും നവ്സാരി, ഗാന്ധിധാം, അതോടൊപ്പം തന്നെ മോർബി, വാപ്പി, ആനന്ദ്, നദിയാത്ത്, മഹ്സാന, പോർബന്തർ, സുരേന്ദ്രനഗർ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ BJP വിജയിച്ച് കയറുകയും ചെയ്തു. കനത്ത സുരക്ഷയിലാണ് ഈ ഒരു വോട്ടെണ്ണൽ ആരംഭിച്ചത് തന്നെ. ഇതിൽ 17 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 84 മുനിസിപ്പാലിറ്റികൾ, 34 ജില്ലാ പഞ്ചായത്തുകൾ, 260 താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നതിൽ 4.5 കോടിയിലധികം വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ അർഹരായിരുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള ഒരു വമ്പൻ വിജയം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സ്ഥലത്തെ ഈ ഒരു വലിയ അത്യുഗ്രൻ വിജയമെന്ന് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷമായി നിൽക്കുന്ന കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഗുജറാത്തിൽ ഇതൊരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എന്ന് മാത്രമല്ല, ഒരു തകർന്നടിയൽ എന്ന് തന്നെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു തോൽവിയായിരുന്നു ഈ പറയുന്ന ഗുജറാത്തിൽ ഇപ്പോൾ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അടിവരയിട്ട് എടുത്തു പറയാൻ സാധിക്കുന്ന വണ്ണമുള്ള ഒരു റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെ എന്നുള്ളത് 100% വ്യക്തമായി പറയാൻ സാധിക്കും.